വെൽക്കം ബാക്ക് ടു MSC ലക്ഷ്യ ഓർണമെന്റൽ സ്റ്റുഡിയോ ആൻഡ് ഫാബ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ അൺബോക്സ് ചെയ്യണ പുതിയ സ്റ്റോക്ക് അറൈവ്ഡാണ്. നാച്ചുറൽ സ്റ്റോൺസ് വിത്ത് ബ്രാസ് ഇയറിംഗ് ആണ്. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം വീഡിയോസ് ഒന്നും കുറേ ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി ഈ ഒരു പാർസൽ വന്നിട്ട് 10-15 ദിവസമായി. അതെനിക്ക് തുറക്കാൻ പോലുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ഇതെല്ലാം എന്താണ് എന്ന് നമുക്ക് നോക്കാം. വളരെ വന്നിട്ടുണ്ട് കേട്ടോ. സോ ആദ്യം തന്നെ കാണിക്കുന്നൊരു നാച്ചുറൽ സ്റ്റോൺ വിത്ത് ഒരു ബ്രാസിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ്. സോ വളരെ പ്രിട്ടി ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. അതൊരു ഡാർക്ക് ഗ്രീനാണ് വരുന്നത് കേട്ടോ. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ അടുത്തത് വരുന്നത് നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. സോ ഇല്ല, ബ്രാസിൽ തന്നെ വരുന്ന ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. സോ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇതൊരു ഗ്രീൻ സ്റ്റോൺ വിത്ത് പേളാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ ബ്ലാക്കും അവൈലബിൾ ആണ് കേട്ടോ. ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഓഫ്. നല്ലൊരു പാറ്റേൺ ആണ്. നല്ലൊരു 3 ലെയർ ഒരു ടൈപ്പ് ഇയറിംഗ് ആണ്. ഇത് ഒരു പേസ്റ്റൽ അല്ലെങ്കിൽ ഒരു ടർക്കോയ്സ് ബ്ലൂ ഒക്കെയാണ്. ഇതൊരു നല്ല വൈറ്റ് കളർ ഡ്രസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് ഒരു ബ്ലൂ സഫയർ ആണ്. പിന്നെ ഒരു ലൈറ്റർ ഒരു സ്റ്റോണിൻ്റെ കളർ, നമ്മുടെ കരിങ്കല്ല് മറ്റേ പേബിൾസ് അല്ലേ, പേബിൾസിൻ്റെ ഒക്കെ കളറിൽ വരുന്നതാണ്. ഇത് മൾട്ടിപ്പിൾ ആണ് കേട്ടോ. മൾട്ടി കളറാണ്. ഒരു നവരത്ന, ദാറ്റ് ഇസ് ഓൾ കളർ മിക്സ്ഡ് സ്റ്റോൺ ആണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല പ്രിട്ടിയാണ്. വെരി പ്രിട്ടി വൺ. ശരിക്കും ഇതിനൊരു മണം തന്നെ ഒരു ഡിഫറെൻറ്റ് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ആ നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു മണമൊന്നും അത്ര കിട്ടി തുടങ്ങിയിട്ടില്ല. ബട്ട് ഇത് അതിൻ്റെ തന്നെ ഒരു സാൻഡ് സ്റ്റോണിൽ വരുന്നതാണ്. സോ ഇത്രയുമാണ് അതിൽ വരുന്നത്. നല്ല പ്രിറ്റി ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. പിന്നെ വരുന്നത് ബ്രാസിൽ തന്നെ ഒരു സെമി റിങ് വരുന്നുണ്ട്. ഇതൊരു റിങ് ടൈപ്പാണ്. ജസ്റ്റ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഒരു നമുക്ക് വെസ്റ്റേൺ വെയർസിൻ്റെ കൂടെയൊക്കെ ഇടാവുന്നതാണ്. പിന്നെ ഇതും അത് ഒരു ജോമെട്രിക്കൽ പാറ്റേണിൽ വരുന്ന ഒരു ബ്രാസ് വിത്ത് പേളാണ് വരുന്നത്. സോ ഇറ്റ്സ് വെരി പ്രിറ്റി. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഈ ബ്രാസ് വിത്ത് പേളിൽ തന്നെ കുറച്ച് പാറ്റേൺസ് ഉണ്ട്. ഇതും ബ്രാസ് വിത്ത് പേളാണ്. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആണ് കേട്ടോ. അത് സിമ്പിളാണ്, പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. അതിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പ് വരുന്നുണ്ട്. ബ്രാസ് വിത്ത് പേളിൽ എത്ര പ്രൈസിങ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അൺറാപ്പ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ സൈറ്റ്സിലൊക്കെ. നല്ല റിയൽ സ്റ്റോണിൽ വരുന്ന സ്റ്റഡാണ്. ഇത് ചെറുതുമുണ്ട് വലുതുമുണ്ട്. ഇത് ഇത്തിരി വലിയ ടൈപ്പാണ്. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബ്ലൂ എന്നൊക്കെ പറയാം. അതിൻ്റെ തന്നെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതൊരു പേർപ്പിൾ കളറാണ്, അഗേഡൊക്കെ പോലെ. ഇതൊരു വൈറ്റ് ആണ്. പിന്നെ വരുന്നത് നല്ല പ്രിറ്റി ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. സിമ്പിൾ കുക്ക് ചെയ്യാൻ പറ്റുന്ന പേളും അതുപോലെ തന്നെ ഒരു ബ്രൗണിഷ് കളർ സ്റ്റോണാണ് വരുന്നത്. നല്ല റെയർ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. ഇങ്ങനെ വരും. ഇനി ഇതും നല്ല പ്രിട്ടി ആയിട്ടുള്ളൊരു ഹാങ്ങിങ് ആണ്. ബ്രാസ് വിത്ത് റിയൽ സ്റ്റോണിൽ വരുന്നതാണ്. ഇതൊരു ടർക്കോയ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ തന്നെ കളേഴ്സ് അവൈലബിൾ ആണ്. ഡാർക്ക് ബ്ലൂ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ ഗ്രീനും ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്രീന് വരുന്നുണ്ട്. 3 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് നല്ല പ്രിറ്റി ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. ഒരു ബ്രാസ് വിത്ത് റിയൽ നാച്ചുറൽ സ്റ്റോണിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ്. ഇതും നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരി എലഗൻറ്റ് വൺ.
ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതൊരു അഗെയിൻ ഒരു പേസ്റ്റൽ കളറാണ് വരുന്നത്. ഒരു വയലറ്റും അല്ല ബ്ലൂ അല്ലാത്തൊരു കളറാണ്. പിന്നൊരു പേസ്റ്റൽ പിങ്ക് വരുന്നുണ്ട്. ഇത് നല്ല ഷെയ്ഡാട്ടോ. നമുക്കൊരു പീക്കോക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ബ്ലൂ ആണ്. ഇതും ഒരു പേസ്റ്റൽ ഗ്രീനിൽ വരുന്നതാണ്. ഇനിയുള്ളത് കുറച്ചൊരു സിമ്പിളായിട്ടുള്ള ഹുക്ക് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഹുക്ക് ചെയ്യുന്ന സ്റ്റോണിൽ വരുന്നതാണ്. ഇത് കണ്ടോ, നല്ലൊരു ബ്ലാക്ക് കളർ കല്ലാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ ഒരു ഗ്രീനും ഉണ്ട്, ഒരു ചെറുപയർ പച്ച അല്ലെങ്കിൽ ഗ്രീൻ പോലത്തെ ഒരു കളറ്. രണ്ട് ഷേപ്സ് ഉണ്ട്. അതിൻ്റെ തന്നെ ഷേപ്പിൽ ചെറിയ മാറ്റം വരുന്ന ഒരു വേറെ ടൈപ്പ് അവൈലബിളാണ്. ഇത് നമുക്കൊരു ബ്ലൂ സഫയർ പോലെ വരുന്നതാണ്. ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണെന്ന് തോന്നും. ഡാർക്ക് ബ്ലൂ വിത്ത് അതിനകത്ത് ചെറിയ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, ഷൈനിങ് വരുന്നുണ്ട് സ്റ്റോണിൻ്റെ ഉള്ളിൽ. അതിൻ്റെ തന്നെ ഒരു മഡ് കളറുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും റിയൽ സ്റ്റോൺ ആയതുകൊണ്ട് റിയൽ സ്റ്റോൺസിൻ്റെ കളേഴ്സ് തന്നെയാണ് വരിക. ഇതും നല്ല പ്രിറ്റി ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. ഒരു ഫിഗ് ഇല്ലേ, ഡ്രൈഡ് അല്ലാത്ത ഫിഗ്, അതിൻ്റെ അതേ കളറിൽ വരുന്നതാ പേളും. ഇതും സ്റ്റഡാണ്. സ്റ്റഡിൽ കുറച്ച് സൈസ് കൊണ്ട് ചെറുതാണ്. ഒരു പ്രിറ്റി വൺ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ അങ്ങനെ അവൈലബിൾ അല്ല. കുറച്ചൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് എല്ലാം വരുന്നത്. നമുക്കങ്ങനെ ലോക്കലി കുറച്ച് അങ്ങനെ കിട്ടുന്നതല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇതും പേൾ വിത്ത് ബ്രാസ് ആണ് വരുന്നത്. കുറച്ചൊരു വെസ്റ്റേൺ വെയറിനൊക്കെ നല്ല പാറ്റേൺ ആയിരിക്കും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത നമുക്ക് വെസ്റ്റേണിനും ഇടാം ട്രഡീഷണലിനും ഇടാം, രണ്ടിനും പോകുന്ന ടൈപ്പാണ്. പിന്നെ ഞാൻ നേരത്തെ ഒരു മൾട്ടിപ്പിൾ ലെയർ കാണിച്ചു തന്നില്ലേ, അതിൻ്റെ തന്നെ ഗ്ലോസി സ്റ്റോണിൽ വരുന്നത്. നേരത്തേത് കാണിച്ചത് റിയൽ സ്റ്റോൺ തന്നെയാണ്. ഇത് ക്രിസ്റ്റൽ സ്റ്റോണിൽ വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം എടുത്ത് കാണിക്കും. നമുക്ക് ചെറിയ ഫങ്ഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെരി നൈസ്. പിന്നെ കുറച്ച് ഇയർ കപ്സ് ഉണ്ട്. ഇത് കണ്ടോ, സ്പൈറൽ ഇയർ കപ്സ് ആണ്. സ്പൈറൽ ഡിസൈനിൽ വരുന്ന ഇയർ കപ്സാണ്. ഇതും എഗെയിൻ സ്പൈറലിൽ വരുന്നതാണ്. പിന്നെ ഒരു ബട്ടർഫ്ലൈയുടെ പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ ബട്ടർഫ്ലൈ, അങ്ങനെ 3 പാറ്റേൺ ആണ്. പിന്നെ വരുന്നത് ഫുൾ ഇയർ കപ്സാണ്. നമ്മുടെ ചെവിയുടെ മൊത്തമായിട്ട് വരുന്ന ഇയർ കപ്സ് ഇല്ലേ, ഈ ഒരു ടൈപ്പ്. ഇതിങ്ങനെ മൊത്തം ചെവി കവറാവുന്ന പോലെ അങ്ങനെ വരും. സോ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതെല്ലാം ഞാൻ റേറ്റ് ഇട്ടിട്ട് ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരാം. പിന്നെ വരുന്നത് ഇതാ, ഇത് നോക്കൂ. ഇതും നല്ലൊരു പാറ്റേൺ ആണ്. സിമ്പിൾ പേളിൽ വരുന്നൊരു ചെയിനാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇയർ ഹുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു സെറ്റായിട്ട് വരിക. ഇതിൻ്റെയും കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ കളേഴ്സ് ബ്ലാക്ക് ഉണ്ട്, കമ്മലും ഉണ്ടാവും. ഒരു പേർപ്പിൾ ഒരു ഡാർക്ക് വയലറ്റ് ആണ്. പിന്നെ ഇതൊരു നല്ല പേസ്റ്റൽ പിങ്ക്. ഇത്രയും കളേഴ്സാണ് അവൈലബിൾ. 4 ഷെയ്ഡ്സാണ് മാലയിൽ വരുന്നത്. പിന്നെ വരുന്നൊരു ഇതിനൊരു പ്രത്യേക പേരുണ്ട് ഈ ഒരു സ്റ്റോണിന്, പക്ഷെ അത് ഞാനിപ്പോൾ മറന്നു. ആക്ച്വലി ഇത് നമുക്ക് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിലോട്ട് ടച്ച് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെൽത്തിനൊക്കെ നല്ലതാണെന്ന് പറയും. സോ ദാറ്റ് ഈസ് വെരി പ്രിറ്റി. ഐ ഡോണ്ട് റിമെമ്പർ ദ സ്റ്റോൺ, പക്ഷെ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. ഉണ്ടോ, ഇതിന് തന്നെ നമുക്ക് ഇയറിങ്ങും ഉണ്ട്, ടൈനി വൺ. സി കണ്ടോ, നല്ല ഷൈനിങ് ആയിരിക്കും കേട്ടോ. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പ്രിറ്റി ആയിരിക്കും. അതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റും അവൈലബിൾ ആണ്. സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം.
അതല്ല നമുക്ക് സിംഗിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇതും അതേപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെൻഡൻ്റാണ് വരുന്നത്. അതേപോലെ തന്നെ കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ളൊരു പെൻഡൻ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഗോൾഡിൽ വരെ കെട്ടിക്കാം കേട്ടോ. അങ്ങനത്തെയും ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് ആണ്. ഇത് ജസ്റ്റ് നമ്മുടെ ഹുക്ക് കാണിച്ചതാണ്. ഒരുവിധം കാണിച്ചു എന്ന് വിചാരിക്കുന്നു. ഇത് നേരത്തെ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഇത് നല്ലൊരു പാറ്റേൺ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. ഒരു ബ്രാസ് വിത്ത് പേൾ അഗെയിൻ, നല്ലൊരു ഷേപ്പാണ്. എവിടെ പോയി? ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ല. നല്ല പാറ്റേൺ, സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. സോ ഇതിൽ കാണുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതി. ഒരു DM ഇൻ വാട്സ്ആപ്പ്, വി വിൽ ഗെറ്റ് ബാക്ക് ടു യു. അതുപോലെ തന്നെ ഇതിൻ്റെ സോഷ്യൽ മീഡിയ സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആക്കും വിത്തിൻ ഡേയ്സ്. സോ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡു മെസ്സേജസ്. പുതിയ കളക്ഷൻസുമായി വി വിൽ ഗെറ്റ് ബാക്ക് ടു യു സൂൺ. ടിൽ ദെൻ ബൈ ഫ്രം ലക്ഷ്മി.